അല്ലാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ സമ്പത്തുകളും കൈവശപ്പെടുത്തി അബൂ സുഫിയാനും സംഘവും മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് യാത്രയായി. അല്ലെ, അവിടെയാണ് നിർത്തിയത്. കച്ചവടത്തിന്റെ യാത്രയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വിവരം കിട്ടുകയും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് സഹാബാക്കളെയും കൂട്ടി കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി യാത്രയായി. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ വരവിനെ കുറിച്ച് എങ്ങനെയോ മണത്തറിഞ്ഞ അബൂ സുഫിയാൻ അതിവിദഗ്ധമായി എന്ത് ചെയ്തു? ഇവരുടെ കണ്ണിൽപ്പെടാതെ ഷാമിലെത്തി. നബി സല്ലല്ലാഹു കുറെ വിശദീകരിക്കാനുണ്ട്, കുറെ കട്ട് ചെയ്ത പറയുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരിച്ച് നിരാശരായി തിരിച്ചിങ്ങോട്ട് വന്ന് റസൂലുള്ളാഹി തങ്ങൾ മദീന ഭാഗത്ത് വിശ്രമിക്കുമ്പോഴതാ ചുമകണം ഷാമിന്റെ വാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും വിശ്രമിക്കുന്ന സമയത്ത് അതാ വരുന്നു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നബിയെ, അങ്ങക്ക് അബൂ സുഫിയാനെയും സംഘത്തെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ അബൂ സുഫിയാനും സംഘവും വലിയ കച്ചവടം ചെയ്ത് വലിയ ലാഭം കൊയ്തുകൊണ്ട് തിരിച്ചു വരുന്നുണ്ട് നബിയെ. അതുകൊണ്ട് ഉടനെ തന്നെ എന്ത് ചെയ്യണം? പുറപ്പെട്ടോളൂ, അബൂ സുഫിയാനെയും സംഘത്തെയും പിടിച്ചോളൂ. അത് നമ്മുടെ സമ്പത്താണ്. ആ സമ്പത്ത് ഉടനെ എന്ത് ചെയ്യുക? നമ്മൾ കൈവശപ്പെടുത്തിക്കൊള്ളൂ. ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ കുറെ സമയങ്ങളിൽ മനസ്സിലാവാത്തത് പറയണേ, സഹാബാക്കളെ വിളിച്ചുകൂട്ടി അവർ പുറപ്പെടുകയാണ്. എത്രയാണ് ബദറിലെല്ലാം മറന്നു പോകരുത്. നമ്മൾ പോകുന്ന എങ്ങോട്ടാ? കച്ചവട സംഘത്തെ പിടിക്കാനാണ്. ബദർ എന്ന ഒരു യുദ്ധം എന്നൊരു പരിപാടി നമുക്കില്ല, അങ്ങനെ ലക്ഷ്യമേ ഇല്ല, അല്ലെ? അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പോകുന്നത് അബൂ സുഫിയാനെ സംഗതി പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അവർ പോകുന്ന പോകിൽ ആരൊക്കെയാണ് ഉള്ളത്? എത്ര ആളുകളാണുള്ളത്? മോയിക്കുട്ടി വൈദ്യർ പറയുന്നത് നിങ്ങൾ മാറാതവരുകൾ മുഹാജിറുകളാഹ മറ്റാകൻസാറുകൾ ആകും കസംഹ അരികോർകൾ അൻസാരി രണ്ടീ കിഴക്കാർ ഔസി വഹസ്റജി എണ്ണുമിക്കോർ. ഇവരുടെ പോക്ക് സഹാബികൾ ആരൊക്കെയാണ്, എത്രയാണ് എന്നാണ് പറയുന്നത്. മാറാതവர்கள் മുഹാജിറുകൾ അതൊരു കണക്കാണ്. എത്ര? അതൊരു കണക്കാണ്. ഇന്നലെ എപ്പോഴൊരു കണക്ക് പറഞ്ഞില്ലേ, പഠിച്ചില്ലേ? ഇതുപോലെ കണക്ക് എന്താണ്? അഭിജത്തിന്റെ കണക്ക് പ്രകാരം കൂട്ടിക്കൊടുത്തിട്ടോ. കൂട്ടിക്കൊടി നോക്കുമ്പോടെ പണി 70. 70 ബദരീകളെ മതിലാണ് പറഞ്ഞോളി. ഒരു നാമം വിചാരിക്കണ്ട. 70. അലിഫ് 1 ഇല്ല, 71. ഹ ഇങ്ങനെ കാട്ടിട്ട് ഹാ പറയും 5. ഹ അലിഫ് നീട്ടാ, ഹായിന്ന് നീട്ടാൻ അലിഫ് 1. മൊത്തത്തിലായി 77. ഇപ്പൊ എന്താ പറയുന്നത് ശരിക്കും മനസ്സിലായിക്കോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സഹാബികൾ, മക്കക്കാരായ സഹാബികൾ ഈ സമരത്തിലേക്ക് സംബന്ധിച്ചത് എത്ര ആളുകളാണ്? 77 ആളുകൾ. എന്നാൽ മുഹാജിറുകൾ അഥവാ അൻസാറുകളായ മദീനക്കാരായ സഹാബികൾ എത്രയാ? അതാ ബഹുമാനപ്പെട്ട കോയിക്കുട്ടി വൈദ്യർ പറയുന്നത് മറ്റാകെ അൻസാറുകൾ ആകും കസംഹ. എത്ര അക്ഷരമുണ്ട്? എത്രയുണ്ട്? 5. അലിഫടക്കം 5 അക്ഷരം കൂട്ടി വെക്കാം. 100. സ്വാദ് 90. ശരിയല്ലേ? കസംഹയല്ലേ? എന്തെങ്കിലും എടുക്കുന്നോട് പറയണേ, എന്നാൽ എനിക്കൊരു ആവശ്യമുണ്ട്. സ്വാദ് 90.
പിന്നെ മീം 40. എത്രയായി? 230. ഹ 5, 230. പിന്നെ അലിഫ്, എപ്പോഴും അലിഫ് ഒന്നാട്ടോ. അലിഫ് അപ്പൊ എത്രയായി? 236 മദീനക്കാരായ സഹാബികൾ, 77 മക്കക്കാരായ സഹാബികൾ. 10 മണിക്ക് നിർത്തും. അപ്പോ 200